Dear students, next we are going to study our new chapter. Chapter 3, Fiber to Fabric. Paheli and Boju won the first prize in a science quiz competition held at their school. They were excited and decided to use the prize money to buy clothes for their parents. അപ്പോൾ പഹേലിയും ബോജും അവരുടെ സ്കൂളിൽ നടന്ന ക്വിസ് കോമ്പറ്റീഷൻ, സയൻസ് ക്വിസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ അവർ വളരെ എക്സൈറ്റഡ്. അപ്പോൾ അവരെന്നിട്ട് എന്ത് ഡിസൈഡ് ചെയ്തു, ഈ പ്രൈസ് മണി കൊണ്ട് അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒരു ഡ്രസ് മെറ്റീരിയൽ വാങ്ങിക്കാൻ തീരുമാനിച്ചു. When they saw a large variety of cloth material, they got confused. The shopkeeper explained that some clothes or fabrics were cotton and some were synthetic. Here also had woolen mufflers and shawls. അപ്പം അവരെന്നിട്ട് എന്ത് ചെയ്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വരും. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും ധാരാളം വെറൈറ്റിയിലുള്ള ക്ലോത്ത്സ് കണ്ടപ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായി ഇതിൽ ഏതെടുക്കണം, ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഷോപ്പ് കീപ്പർ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇതിൽ എന്താണ് കുറച്ച് ക്ലോത്ത് അല്ലെങ്കിൽ ഫാബ്രിക്സ് എന്താണ് കോട്ടൺ ആണ്, ചിലത് സിന്തറ്റിക് ആണ്. അതുകൂടാതെ തന്നെ എന്താണ് ഉള്ളൻ മഫ്ലേഴ്സും ഷോൾസും എന്ത് ചെയ്തു അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഷോപ്പ് കീപ്പർ. There were many silk sarees as well. അപ്പോൾ അവിടെ ധാരാളം സിൽക്ക് സാരീസും ഉണ്ടായിരുന്നു. പഹേലി ആൻഡ് ബോജു felt very excited. They touched and felt these different fabrics. അപ്പം അവർ വളരെ എക്സൈറ്റഡ് ആയി, കാരണം ഇത്രയും ഡ്രസ്സസ് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും വളരെ എക്സൈറ്റഡ്. അപ്പോൾ എന്നിട്ട് അവർ ഓരോന്ന് എന്ത് ചെയ്തു, ഓരോ ഫാബ്രിക്സിൽ നിന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കി. ഫൈനലി ദേ ബോട്ട് എ വുളൻ മഫ്ലർ ആൻഡ് എ കോട്ടൺ സാരി. അങ്ങനെ ഓരോന്ന് ടച്ച് ചെയ്ത് അവസാനം എന്ത് ചെയ്തു, അവർ ഡിസിഷനിലെത്തി ഉള്ളൻ മഫ്ലറും ഒരു കോട്ടൺ സാരിയും വാങ്ങിക്കാം. അങ്ങനെ അവർ വാങ്ങിച്ചു. After their visit to the clothes shop, Paheli and Boju began to notice various fabrics in their surroundings. അപ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അവിടെ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ എന്താണ് മറ്റ് ഫാബ്രിക്സ് എന്ത് ചെയ്തു കാണാനായിട്ട് സാധിച്ചു. എന്തൊക്കെയായിരുന്നു? They found that a bedsheet, blankets, curtains, tablecloth, towels and dusters were made from different kind of fabrics. അപ്പോൾ അത് നോക്കിയപ്പം ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, ടേബിൾ ക്ലോത്ത്, കർട്ടൺ, ഡസ്റ്റർ, ഇതൊക്കെ എന്താണ് ഡിഫറെൻറ്റ് ഫാബ്രിക്സ് കൊണ്ട് അവിടെ നിർമ്മിച്ചിട്ടിരിക്കുന്നത് കണ്ടു. ഈവൻ their school bags and gunny bags were made from the same kind of fabrics. അപ്പോൾ അവർ ശ്രദ്ധിച്ചു, അവർ ബാഗും അവരുടെ ലഞ്ച് ബാഗും ഒക്കെ എന്താണ് സെയിം ഫാബ്രിക്കിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നതെന്ന് അവർ കണ്ടുപിടിച്ചു. They tried to identify these fabrics as cotton, wool, silk or synthetic. Can you also identify some fabrics? അപ്പോൾ അവരെന്നിട്ട് എന്ത് ചെയ്തു, ഓരോ ക്ലോത്തും ഓരോ ഫാബ്രിക്സിൽ നിന്ന് തൊട്ട് നോക്കിയിട്ട് അവ ഏതാണെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്തു. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനൊരു ആക്ടിവിറ്റിയാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. ആക്ടിവിറ്റി 1, വെറൈറ്റി ഇൻ ഫാബ്രിക്സ്. Visit a nearby tailoring shop. Collect cuttings of fabrics left over after stitching. Feel and touch each piece of fabric. Now try to label some of the fabrics as cotton, wool, silk or synthetic after asking for the help from the tailor. അപ്പോൾ എന്താണ്, ഒരു ടൈലറിങ് ഷോപ്പിലേക്ക് പോവുക. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക, അവിടെ കട്ട് ചെയ്ത് ബാക്കി ഇട്ടിരിക്കുന്ന എന്താണ് ടൈലറിങ് ഫാബ്രിക്കിൻ്റെ പീസസ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. എന്നിട്ട് അവയെ ഒന്നും ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് അത് ഏത് ഫാബ്രിക്കാണ്, കോട്ടൺ ആണോ, സിൽക്കാണോ, ഊളാണോ അല്ലെങ്കിൽ സിന്തറ്റിക് ആണോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ടൈലറിൻ്റെ ഹെൽപ്പോടുകൂടി ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. Then, do you wonder what these different fabrics are made of? അപ്പോൾ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കുമ്പോഴേ നമുക്കറിയാം, നമ്മളെടുത്ത ഓരോ പീസസും സെയിം സോഫ്റ്റ്നെസ് ആയിരിക്കില്ല, സെയിം ടൈപ്പ് ആയിരിക്കില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ ഒരു ആങ്സൈറ്റി ഉണ്ടോ? When you look at any fabric, it seems a continuous piece. Now look at it closely. What do you notice? അപ്പം നമ്മൾ ആ ഒരു ഇത് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ക്ലോത്തിൻ്റെ പീസ് നോക്കുമ്പോൾ നമുക്ക് അതൊരു കണ്ടിന്യൂസ് പീസായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അത് ജസ്റ്റ് ഒന്ന് ക്ലോസ്ലി ആയിട്ട് നോക്കിയാൽ എന്തായിരിക്കും കാണുക? അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്ന ആക്ടിവിറ്റി 2. സെലക്ട് എ പീസ് ഓഫ് കോട്ടൺ ഫാബ്രിക് യു ലേബിൾഡ് ഇൻ ആക്ടിവിറ്റി 1. അപ്പോൾ ആക്ടിവിറ്റി 1 നമ്മൾ കളക്ട് ചെയ്ത് ഏതാണെന്ന് ലേബൽ ചെയ്ത് വെക്കുക. അപ്പോൾ അതിൽ നിന്നും ഏതെങ്കിലും ഒരു ഫാബ്രിക് എടുക്കുക. ദെൻ try to find a loose thread or yarn at one of the edges and pull it out. If no loose
yarns are visible, you can gently pull one with a pin or a needle. അപ്പോൾ എന്ത് ചെയ്യാം, ഈ നമ്മൾ എടുത്ത എന്താണ് ഫാബ്രിക്കിൽ നിന്നും ഒരു ത്രെഡ്, ഒരു യാൺ എന്ത് ചെയ്യുക, പതിയെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുമോ നോക്കുക. അഥവാ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു നീഡിലോ അല്ലെങ്കിൽ ഒരു പിന്നോ കൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനൊന്ന് പുള്ള് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു ത്രെഡ് കിട്ടും. We find that fabrics is made up of yarns arranged together. അപ്പോൾ അങ്ങനെ നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും, ആ നൂല്, ആ യാൺ എന്ത് ചെയ്യും, ആ ത്രെഡ് ഇങ്ങനെ ഇളകി വരും. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു കൺക്ലൂഷൻ എത്തും. എന്താണ്, ഒരു ഫാബ്രിക് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ധാരാളം യാൺസ് ഒന്നിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിലാണ് ഒരു ഫാബ്രിക് അല്ലെങ്കിൽ ഒരു ക്ലോത്ത് നിർമ്മിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദീസ് യാൺസ് മേഡ് അപ്പ് ഓഫ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഫാബ്രിക് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, യാൺ കൊണ്ടാണ്. ഇനി യാൺ എന്തുകൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ഫൈബർ. നെക്സ്റ്റ് ആക്ടിവിറ്റി, take out a yarn from a piece of cotton fabric. Place this piece of yarn on the table. Now press one end of the yarn with your thumb. Scratch the other end of the yarn along its length with your nails as shown in the figure 3.4. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു യാൺ, നമ്മളെടുത്ത യാണിന് എന്ത് ചെയ്യുക, നമ്മുടെ തമ്പ് കൊണ്ട് ഒരു എൻഡ് പിടിക്കുക, മറ്റേ തമ്പ് കൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കുക. Do you find that at this end the yarn splits up into thin strands? അപ്പം നമ്മളതിങ്ങനെ ജസ്റ്റ് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ചെറിയ ചെറിയ തിന്നായിട്ടുള്ള സ്ട്രാൻഡ്സ് എന്ത് ചെയ്യാൻ വരുന്നത് കാണാനായിട്ട് സാധിക്കും. Then you might have observed something similar when you try to thread a needle. അപ്പോൾ നമ്മൾ ഈ നീഡിൽ ഒരു നൂലിൽ കയറ്റും, നമ്മൾ നൂലിലേക്ക് ആക്കുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യുന്നുണ്ടോ? Many a time the end of the thread is separated into a few thin strands. This makes difficult to pass the thread out the eye of the needle. അപ്പം ഇങ്ങനെ ഈ എന്താണ് ആ ത്രെഡിൽ നിന്നും ഒത്തിരി യാൺസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ആ നീഡിലേക്ക് നമുക്ക് ഈ ത്രെഡ് കയറ്റാനായിട്ട് പറ്റാത്തത്. The thin strands of thread that we see are made up of still thinner strands are called fibers. അപ്പം ഒരു ത്രെഡിൻ്റെ, നമ്മൾ കാണുന്ന ആ തിൻ ത്രെഡിൻ്റെ എന്താണ്, ആ തിൻ ത്രെഡ് മെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് അതിനെക്കാട്ടിലും തിന്നറായ സ്ട്രാൻഡ്സ് ആയ ഫൈബേഴ്സ്, നാരുകൾ കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ fabrics are made up of yarns and yarns are further made up of fibers. അപ്പോൾ ഫാബ്രിക്സ്, ഒരു ക്ലോത്ത് എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത്, യാൺസ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്, നൂല് കൊണ്ടാണ്. ആൻഡ് ഈ യാൺസ് എന്തുകൊണ്ടാണ്, ഫൈബേഴ്സ്, നാരുകൾ കൊണ്ടാണ് ഈ യാൺസ് നിർമ്മിക്കുന്നത്. ദെൻ where do these fibers come from? എവിടെ നിന്നാണ് ഈ ഫൈബേഴ്സ് വരുന്നത്? The fibers of some fabrics such as cotton, jute, silk and wool are obtained from plants and animals. These are called natural fibers. ചില ഫാബ്രിക്സിൽ യൂസ് ചെയ്യുന്ന ഫൈബേഴ്സ് ആനിമൽസിൽ നിന്നോ പ്ലാന്റ്സിൽ നിന്നോ എടുക്കും. കോട്ടൺ, ജൂട്ട്, സിൽക്ക്, വൂൾ ഇതൊക്കെ എന്താണ്, പ്ലാന്റ്സിൽ നിന്നോ ആനിമൽസിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, നാച്ചുറൽ ഫൈബേഴ്സ് ആണ്. കോട്ടൺ ആൻഡ് ജൂട്ട് ആർ എക്സാമ്പിൾസ് ഓഫ് ഫൈബേഴ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്ന എന്താണ് ഫൈബേഴ്സിന് എക്സാമ്പിളാണ് കോട്ടണും ജൂട്ടും. ദെൻ വൂൾ ആൻഡ് സിൽക്ക് ഫൈബേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ആനിമൽസ്. വൂളും സിൽക്കും എവിടെ നിന്നാണ് കിട്ടുന്നത്, ആനിമൽസിൽ നിന്നുമാണ് കിട്ടുന്നത്. വൂൾ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫ്ലീസ് ഓഫ് ഷീപ്പ് ഓർ ഗോട്ട്. വൂൾ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഒരു ഷീപ്പിൻ്റെയോ അല്ലെങ്കിൽ ചെമ്മരിയാടിൻ്റെയോ അല്ലെങ്കിൽ ഗോട്ടിൻ്റെയോ ഫ്ലീസ്, ആ രോമത്തിൽ നിന്നാണ് വൂൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഹെയർ ഓഫ് റാബിറ്റ്സ്, യാക്ക് ആൻഡ് ക്യാമൽസ്. അതുപോലെ തന്നെ നമുക്ക് എവിടെ നിന്ന് കിട്ടും, റാബിറ്റിൻ്റെയോ അല്ലെങ്കിൽ ക്യാമലിൻ്റെയോ അല്ലെങ്കിൽ യാക്കിൻ്റെയോ ഹെയറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ഈ യാണ് കിട്ടും. സിൽക്ക് ഫൈബേഴ്സ് ഈസ് ഡ്രോൺ ഫ്രം ദ കൊക്കൂൺ ഓഫ് സിൽക്ക് വോം. സിൽക്ക് വോമിൻ്റെ കൊക്കൂണിൽ നിന്നാണ്, അല്ലെങ്കിൽ സിൽക്ക് വോം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫൈബർ ലൈക്ക് സബ്സ്റ്റൻസ്. അപ്പോൾ അതിൽ നിന്നുമാണ് സിൽക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. സിൽക്ക് വോമിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുക. സിൽക്ക് വോമിനെ നമ്മളിപ്പോൾ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സിൽക്ക് വോമിൽ നിന്നാണ് സിൽക്ക് ഫൈബർ എടുക്കുന്നത്. അപ്പോൾ അതെന്താണ് സിൽക്ക് വോമിനെ വളർത്തുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ഒരു ഇതിനെ അഗ്രികൾച്ചറിൽ പറയുന്ന പേരാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്.
For thousands of years, natural fibers were the only one available for making fibers. അപ്പോൾ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്ക് അതിപ്പോൾ മുൻകാലങ്ങളിൽ യൂസ് ചെയ്യുന്നത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്കിൽ എന്താണ് ഈ നമുക്ക് ക്ലോത്തുകൾ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള ഫൈബേഴ്സാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇൻ ദ ലാസ്റ്റ് 100 of years ഫൈബേഴ്സ് ആർ made from chemical substances which are not obtained from plants or animal sources. ഇപ്പോൾ ഈ പ്രസൻറ്റ് 100 ഇയേഴ്സിനിടയ്ക്ക് എന്താണ് നമുക്ക് കെമിക്കൽ സബ്സ്റ്റൻസ് പ്ലാന്റ്സിൽ നിന്നോ അനിമൽസിൽ നിന്നോ അല്ലാതെ നമുക്ക് കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്ത് ഫൈബേഴ്സ് കിട്ടുന്നുണ്ട്. ദീസ് ആർ കോൾഡ് സിന്തറ്റിക് ഫൈബേഴ്സ്. ഇപ്പോൾ അനിമൽസിൽ നിന്നോ പ്ലാന്റ്സിൽ നിന്നോ എടുക്കുന്നതാണെങ്കിൽ അതെന്താണ് നാച്ചുറൽ ഫൈബേഴ്സും കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്തെടുക്കുന്നത് സിന്തറ്റിക് ഫൈബറുമാണ്. സിന്തറ്റിക് ഫൈബേഴ്സിന് എക്സാമ്പിളാണ് ഏതൊക്കെ? പോളിസ്റ്റർ, നൈലോൺ ആൻഡ് ആക്രിലിക്. These are some examples of synthetic fibers. Okay.